تزوج يا أخي طبابا خير زادي أمان ആറ് മാസത്തോളമായി നമ്മളിങ്ങനെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനസാറാണേലും ഫായ്സാറാണേലും എല്ലാവരും കൂടെ സഹകരിച്ചാലും ഇത്രയും വലിയൊരു ടീം റിസൾട്ട് എ ഗ്രേഡ്. 70 കുട്ടികളെ ഞാൻ ഈ സംസ്ഥാന വേദിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15-16 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, അഥവാ മാപ്പിള കലാരംഗത്താണ് വർക്ക് ചെയ്യുന്നത്. കലോത്സവത്തിന്റെ മേഖലയിലേക്ക് എന്നെ സ്കൂളിലെ അധ്യാപകരാണ് എന്നെ ഇതിലേക്ക് കൊടുക്കുന്നത്. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞതോടെ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ കോളേജിൽ പഠിപ്പിച്ച്, അങ്ങനെ പതിയെ ഓരോരോ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ച് തുടങ്ങി. പിന്നീട് ഞാൻ പ്രൊഫഷൻ ഇത് തന്നെ ആക്കി. ഈ ജോലിയിലുള്ള ഒരു സുഖം, സന്തോഷം, നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും ഒരു സന്തോഷമാണ്. എല്ലാവർക്കും അതാണ് പാഷൻ. അതാണ് എനിക്ക് ഈ കുട്ടികളെ പഠിപ്പിച്ച് സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കുക, നല്ല വിജയത്തിലെത്തിക്കുക. അതിൻ്റെ പുറത്ത് ഈ കുട്ടികൾക്കൊക്കെ സംസ്കാരം പറഞ്ഞു കൊടുക്കുക, നല്ലൊരു സംസ്കാരം വാർത്തെടുക്കുക. ഒരു സമാധാനം, വല്ലാത്തൊരു സമാധാനം നമുക്ക് തരുന്നു. അത് ഈ കുട്ടികളോട് ചോദിച്ചു നോക്കിയാൽ തന്നെ അറിയാം. അവർ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ ബൈത്തുകൾ ചെല്ലുമ്പോഴൊക്കെ, അപ്പോൾ എൻ്റെ ലീഡൊക്കെ ചെല്ലുമ്പോൾ എനിക്കിപ്പം എൻ്റെ 2 ലീഡുകൾ ഇവിടെ പാടി. അവരിങ്ങനെ പാടുമ്പോൾ വേദിയിൽ നിൽക്കുന്ന ആളുകളുടെ സന്തോഷം എങ്ങനെ ഉണ്ട്, ആ സന്തോഷം ഇങ്ങനെ ഷാമിൽ പാടിയപ്പോഴും എൻ്റെ വടക്കാങ്കരുടെ ലീഡ് പാടിയപ്പോഴൊക്കെ അവരിങ്ങനെ പാടുമ്പോണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ ഓഡിയൻസിനെ നോക്കും, അവർക്ക് ഈ സുഖം കിട്ടുന്നുണ്ടോ, അവർക്ക് ഈ സുഖം കിട്ടും. നമുക്ക് കിട്ടിയാൽ പോരാ, ജഡ്ജസിന് കിട്ടിയാൽ പോരാ, മുന്നിൽ നിൽക്കുന്ന കാണികൾക്കും കൂടി കിട്ടുമ്പോണ്ടല്ലോ. അതാണ് ഇവരുടെ മുഖത്തിനൊക്കെ മാറ്റമുണ്ട്. ഒന്ന് നോക്കുക, എല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്. കാരണം എല്ലാവരും ഇതിലും ഒക്കെ നാദേ വരുള്ളൂ, വേറൊന്നും വരില്ല. മനുഷ്യത്വം അതിൽ തന്നെയാണ് കാണുന്നത്. എനിക്ക് എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്, ഞാൻ എൻ്റെ മാനസികമായിട്ടുള്ളൊരു ഉല്ലാസമുണ്ട്. ഇപ്പം ചിലപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ബൈക്കുകൾ ആലോചിക്കും. ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അതായിരിക്കും, ചിലപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ അതായിരിക്കും, ഊണിലും ഉറക്കത്തിലും അതന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ അതൊരു വികാരമാണ്. ഇത്രയും കുട്ടികളെ എനിക്ക് ഒറ്റക്കൊന്നും മാനേജ് ചെയ്യാൻ കഴിയില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് ഫായിസ്, അതുപോലെ തന്നെ ഇർഷാദ്, അങ്ങനെ കുറച്ച് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ കുട്ടികളെ ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെ ക്ലാസ്സുകളിലൊക്കെ പോയി കറക്റ്റായിട്ട് സെലക്ട് ചെയ്യും. കല എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതല്ല, അതൊക്കെ വെറും തെറ്റാണ്. കലക്ക് അങ്ങനെ മാത്രമല്ല. ഇവിടെ വരുന്നത് മെരിറ്റ് അടിസ്ഥാനമാക്കുന്നത് എന്താ പറയുക, കഴിവാണ്. കുട്ടിക്ക് പാടാൻ കഴിയോ, കുട്ടിക്ക് കളിക്കാൻ കഴിയോ, ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുക. എൻ്റെ ഹയർ സെക്കൻഡറി ടീമിലുണ്ടായിരുന്ന ഞങ്ങളവനെ സാമിയെന്ന് വിളിക്കുക. കാരണം ഞാൻ ഇപ്പോഴും അതെന്താ വിളിക്കാൻ കാരണം അറിയാം, അവനൊരു ശബരിമല സീസണിലാണ് ആ ടീമിലേക്ക് കൂടി. എനിക്ക് അവൻ്റെ പേരറിയില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങളവൻ MS മണ്ണാർക്കാട്, അവനെ ഞാൻ സാമിയെന്നാണ് വിളിക്കുക. ഇതപ്പിലൂടെ നമുക്ക് കിട്ടാനുള്ളത് ഒരു കാണാൻ കാഴ്ച നമുക്ക് കിട്ടാറുണ്ട്, ഒരു ഭക്തി. ഞാൻ എപ്പോഴും ആ ഭക്തി എങ്ങനെയാണ് കുട്ടികൾക്ക് വരും, കുട്ടികൾക്ക് അതിങ്ങനെ കളിക്കുമ്പോൾ അങ്ങനെ വരും. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ മനസ്സിൽ നമ്മൾ ദൈവത്തിനെ വിളിച്ചിങ്ങനെ ചെല്ല. ശബരിമലയിലേക്ക് പോകുമ്പോൾ സ്വാമിയേ എന്ന് വിളിക്കുമ്പോൾ അതേപോലെ തന്നെ അങ്ങനെ വിളിക്കുമ്പോ കണ്ടാവും അതിനും ഇതിനൊക്കെ ഒരേ സ്വരാണ്. ഇതിനൊക്കെ എന്താ എന്നത്, ഇതിനൊക്കെ ഒരു പീസ്ഫുൾ ഉണ്ടാവല്ലോ, അതിങ്ങനെ വരും കുട്ടികൾക്ക്. അതാണ് ഈ കുട്ടികളെയൊക്കെ നല്ല രീതിയിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് നമുക്കും അതുപോലെ തന്നെ ഈ സമൂഹത്തിനും കിട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സംസ്കാരം. ഇതാണ് എൻ്റെ ഇതിന് മേഖലയിൽ എത്ര ഉയരാൻ കഴിയും അത്രത്തോളം ഉയരുക. അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്കായിട്ട് എനിക്ക് പറഞ്ഞില്ല. കല തന്നെയാണ് ഇതെന്നെ എൻ്റെ ജീവിതം. എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇതന്നെയാണ് എൻ്റെ ജീവിതം.